കുറേ നാൾക്ക് ശേഷം ഓപ്പോയുടെ ഭാഗത്തു നിന്നും ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ. ഇതാണ് ഓപ്പോ ഫൈൻഡ് X8 പ്രോവിൻ്റെ അനിയൻ. ദേ അവിടെ ഇരിക്കുന്ന ആ ഒരു ബോട്ടിൽ കണ്ടോ? ദേ ആ ഒരു ബോട്ടിൽ. ഞാൻ സത്യം പറയാലോ, എനിക്കിത് എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. കാരണം എല്ലായിടത്തും ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ടച്ച് വന്നിട്ടുണ്ട്, ഒരൊറ്റ ഏരിയ ഒഴിച്ച്. ബോക്സ് ഇറ്റ്സെൽഫ് കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കിയാൽ ലൈറ്റ് അടിക്കുമ്പോൾ ഒരു 3D ഗ്രേഡിയൻ്റ് പോലെ ഇതിനകത്താണ് ഈ ഒരു ലൈറ്റ് തിളങ്ങുന്നത് എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ ബോക്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടം തൊട്ട് ഇവർ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഡിവൈസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ട് തോന്നും, ബട്ട് കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വെയിറ്റ് ഇതിനില്ല. ഈവൻ ദോ ഇത്ര വലിയ ക്യാമറ സെറ്റപ്പ് ആയിട്ട് തോന്നുമെങ്കിലും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആക്ച്വലി ക്യാമറ മൊഡ്യൂളും കുറച്ചുകൂടെ ചെറുതാണ് ആൻഡ് ഡിവൈസും ചെറുതാണ്. 7.85 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത് ആൻഡ് വെയിറ്റ് ഓൾമോസ്റ്റ് 193 grams. ബട്ട് ഒരു കാര്യം IP68 ആൻഡ് IP69 റേറ്റിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മളിത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബിൽഡും ആ ഒരു പ്രീമിയംനെസ്സും ആ ഒരു ബിൽഡും ഫീൽ ചെയ്യുന്നുണ്ട്. ടോട്ടലി ഒരു ബോക്സി ഷേപ്പാണ്, ഒരു മാറ്റ് ഫിനിഷിലാണ്, ബ്രഷ്ഡ് ഒരു ഫീലിംഗ് ആണ്, ബ്രഷ്ഡ് മെറ്റലിൻ്റെ ഒരു ഫീലിംഗ് ആണ് ചുറ്റും നമുക്ക് വരുന്നത്. ആൻഡ് ചുറ്റും നിങ്ങൾക്ക് ആന്റണ ബാറ്റ്സ് കാണാനായിട്ട് പറ്റും. അതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അലേർട്ട് സ്ലൈഡർ വന്നിട്ടുണ്ട്. ഇവിടെ 3 തരം നമുക്ക് അലേർട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 തരത്തിലുള്ള അലേർട്ട് സ്ലൈഡർ. ബാക്കിലായിട്ട് നമ്മൾ ക്യാമറ സെറ്റപ്പ് ആൻഡ് ഹാസൽബ്ലാഡിൻ്റെ ആ ഒരു ലോഗോ ഉണ്ട്. ഹാസൽബ്ലാഡിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ആൻഡ് ഇവിടെ മുകളിൽ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഫ്ലാഷ് വരുന്നത്. ആൻഡ് മുകളിലായിട്ട് നിങ്ങൾക്ക് സ്പീക്കർ ഉണ്ട്, IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് സ്പീക്കേഴ്സ്, USB Type-C പോർട്ട് ആൻഡ് ടോട്ടലി ഈ ഒരു ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ഇങ്ങനെയൊക്കെയാണ്. എൻ്റെ കയ്യിലുള്ള ഇതിനെ പറയുന്നത് സ്റ്റാർ ഗ്രേ എന്നാണ്. ബട്ട് ബാക്ക് കാണാൻ മാത്രമല്ല, ഇതിൻ്റെ ആക്ച്വലി ഫ്രണ്ട് കാണാനും ഭയങ്കര ഗോർജിയസ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഞാൻ ഇപ്പോൾ iPhone 16 Pro യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഡിസ്പ്ലേ, ആ ഒരു തിൻ ബെസൽസ് നമ്മൾ ശീലിച്ചു. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ ബെസൽസ് ആർ ആക്ച്വലി ലുക്കിംഗ് മോർ തിന്നർ. അതായത് ഭയങ്കര ഈക്വലി സിമെട്രിക്കൽ ആയിട്ടാണ് ഇതിൻ്റെ ബെസൽ. എനിക്ക് തോന്നുന്നു 1.45 mm മാത്രമാണ് ഇതിൻ്റെ ബെസൽ സൈസ് വരുന്നത്. ടോട്ടലി ഫ്ലാറ്റ് ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഡിസ്പ്ലേ കാണുമ്പോൾ തന്നെ. ഇത് ആക്ച്വലി ഒരു Pro XDR ഡിസ്പ്ലേ ആണ്. 6.59 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഹാൻഡിയാണ്. 4500 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇത് ആക്ച്വലി 120 ഹെർട്സിൻ്റെ പാനലാണ്. ആൻഡ് പുതിയ ColorOS 15 ഒപ്റ്റിമൈസേഷൻ ഉണ്ടല്ലോ, ഞാൻ ഇത്രത്തോളം ഒരു ലെവൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ജെന്യുവൻലി. കാരണം അത്ര ഒരു സ്മൂത്ത്, ഒരു ഫ്ലോ, ഒരു സിൽക്കി ഫീൽ നമുക്ക് വരുന്നുണ്ട് ആ ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഇതിന് നോർമൽ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് 1600 നിറ്റ്സ് ആണ്. ബട്ട് ഇതിൻ്റെ ഇൻഡിവിജ്വൽ പോയിന്റിൽ കളർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇതൊരു ഡോൾബി വിഷൻ ഡിസ്പ്ലേ ആണ് ആൻഡ് HDR10+ൻ്റെ സപ്പോർട്ടും ഉണ്ട്. ഈ ഡിവൈസിനകത്ത് ആക്ച്വലി ഡോൾബി വിഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വെൽ, അതിലേക്ക് ഞാൻ വരാം. ബട്ട് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം, ഇത് ആക്ച്വലി ഒരു 50 മെഗാപിക്സലിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. 50 മെഗാപിക്സലിൻ്റെ 3 ക്യാമറകളാണുള്ളത്. ഫസ്റ്റ് വൺ 15 mm അൾട്രാ വൈഡ് ക്യാമറയാണ് 50 മെഗാപിക്സലിൻ്റെ. അത് JN5 സെൻസറാണ്. ഇനി മെയിൻ വൈഡ് ക്യാമറ അത് 24 mm ആണ്. അത് സോണിയുടെ LYT700 എന്ന് പറയുന്ന സെൻസറാണ്. ഇനി മൂന്നാമത്തെ ക്യാമറ ആക്ച്വലി ഇത്ര കുട്ടി സൈസിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിനകത്തൊരു ടെലിഫോട്ടോ ക്യാമറ ഉണ്ട്. ആൻഡ് ഈ ഒരു ടെലിഫോട്ടോ ആക്ച്വലി 3x ടെലിഫോട്ടോ ക്യാമറയാണ്. 73 mm അതും 50 മെഗാപിക്സലിൻ്റെ സോണിയുടെ LYT600 സെൻസറാണ്. ആൻഡ് ക്യാമറ മോഡൽ ഇത്ര സ്ലിം ആവാൻ കാരണം ഇതിനകത്തുള്ള ടെലിഫോട്ടോ ലെൻസ് ആക്ച്വലി നോർമലി സ്റ്റാക്ക് ചെയ്തേക്കുന്നതല്ല. ഇതൊരു ട്രിപ്പിൾ പ്രിസം പെരിസ്കോപ്പ് ക്യാമറയാണ്. ആൻഡ് ഹാസൽബ്ലാഡിൻ്റെ ആ ഒരു ട്യൂണിങ് കൂടെ വന്നപ്പോൾ ഇതിൽ നിന്നും വരുന്ന ഫോട്ടോസിൻ്റെ കാര്യമുണ്ടല്ലോ, അത് ആക്ച്വലി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രത്തോളം കിഡിലൻ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. ജെന്യുവൻലി നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കളർ മാനേജ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ആ ഒരു ഇമേജ്, സ്കിൻ ടോൺസും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന വരുന്നുണ്ട്. ബട്ട് റൂലി ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് തൊട്ട് കഴിഞ്ഞാൽ ഉടനെ ഫോട്ടോ എടുക്കും. ഷട്ടർ ലാഗ് എന്ന് പറയുന്ന സാധനം കാണുന്നില്ല. സീറോ ഷട്ടർ ലാഗ്, ലിറ്ററലി സീറോ ഷട്ടർ ലാഗാണ്. അതുകൊണ്ട് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ പോലും ഷാർപ്പായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഷാർപ്പായിട്ട് ക്യാപ്ചർ ആകുമോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്നിങ് സ്നാപ്പ് എന്ന് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇടിമിന്നൽ വെട്ടുന്ന പോലെ പട്ടപ്പട്ടേ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കും. ബട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ്. ഇനി ഈ ഒരു പെരിസ്കോപ്പ് ക്യാമറയിലുള്ള സൂമിംഗ് ഉണ്ടല്ലോ, അത് നോർമൽ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ 30x സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡീറ്റെയിൽ ഉണ്ട്. AI യൂസ് ചെയ്ത് എൻഹാൻസ് ആവുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. പോർട്രേറ്റ് ഫോട്ടോസ് ഇപ്പോൾ 1x ആണല്ലോ. 1x 24 mm ഉണ്ട്. ഒന്നും കൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 35 mm ആവും. അതായത് ഒരെണ്ണത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഹാസൽബ്ലാഡിന്റെ ലെൻസുകൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1x 24ഉം 35 mm ഉണ്ട്. 2x 49 mm ഉണ്ട്. ഇനി 3x 79 mm അതേപോലെ 85 mm ഫോട്ടോസ് എടുക്കാം. ആൻഡ് എഡ്ജ് ഡിറ്റക്ഷൻ അപാരമാണ്. ഒരു രക്ഷയില്ലാത്ത എഡ്ജ് ഡിറ്റക്ഷൻ.
നൈറ്റ് ടൈമിൽ പോലും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അത് നൈറ്റിലാണ് എടുത്തത്, യാതൊരു ഗ്രെയിനും കാര്യങ്ങളൊന്നും കാണാതെ കൃത്യമായിട്ട് കിടിലം ഫോട്ടോ വരുന്നുണ്ട്. ഇനി ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയപ്പോഴാണ് എനിക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായത്. ആക്ച്വലി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് പോലും ഇപ്പോൾ വീഡിയോഗ്രാഫിയിൽ ടോപ്പ് നോച്ച് ആയി വരുന്നുണ്ട്. ഒരു ഓപ്പോ ഫോണിൽ നിന്ന് ഞാൻ ഈ ഒരു വീഡിയോ ക്വാളിറ്റി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 3 ക്യാമറാസിൽ നിങ്ങൾക്ക് 4K 60 FPS എടുക്കാം, ഡോൾബി വിഷൻ HDR വീഡിയോസ് എടുക്കാം. ആൻഡ് ഭയങ്കര സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെബിലിറ്റി മാത്രമല്ല, ആ ഒരു സ്ക്രീൻ ടോണും ആ ഒരു എക്സ്പോഷറും കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ആ ഒരു വിധം നല്ലപോലെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈവൻ നിങ്ങൾ സൂം ചെയ്തെടുക്കുമ്പോൾ, പല ക്യാമറ സ്വിച്ച് ചെയ്ത് സൂം ചെയ്തെടുക്കുമ്പോൾ പോലും ആ ഒരു സൂമിങ്ങിൻ്റെ ആ ഒരു ഫ്ലോ ഭയങ്കര സ്മൂത്താണ്, സൂം ഔട്ടിൻ്റെ ഫ്ലോ ഭയങ്കര സ്മൂത്താണ്. ഓവറോൾ വീഡിയോസ് ഇൻ ദ ബാക്ക് ക്യാമറ ഈസ് സൂപ്പർ. ബട്ട് ആകെ ഒരേ ഒരു പ്രശ്നം ഞാൻ നോട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മാക്രോ ക്യാമറ ഓട്ടോമാറ്റിക് ലെൻസ് സ്വിച്ച് ആവും. ഇപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് നിങ്ങൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ അത് മാക്രോ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാക്രോ മോഡിലേക്ക് പോകും, കുഴപ്പമില്ലാണ്ട് മാക്രോ ഫോട്ടോ കിട്ടും. ബട്ട് ഈ ഒരു മാക്രോ മോഡിലേക്ക് പോകുമ്പോൾ ലെൻസ് സ്വിച്ച് ആവുകയാണല്ലോ, വൈഡ് ആംഗിൾ അൾട്രാ വൈഡിലേക്ക് പോകുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സബ്ജക്റ്റ് വെച്ചെങ്കിൽ മാക്രോ പ്രിവ്യൂടെ ഇങ്ങടേക്ക് പോകും. അപ്പോൾ നമ്മൾ കൈ ഒന്ന് നീക്കിയിട്ട് അവിടേക്കൊന്ന് സെൻറ്റർ ആക്കാൻ നോക്കുമ്പോഴേക്കും മെയിൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് നമ്മൾ മാറിയല്ലോ അടുത്ത്. അപ്പോൾ മെയിൻ ക്യാമറയ്ക്ക് അറിയില്ല നമ്മൾ അടുത്തുണ്ടെന്ന്. സോ പിന്നെ മെയിൻ ക്യാമറയിലേക്ക് സ്വിച്ച് ആവും. സോ ആ ഒരു ചെറിയൊരു ബഗ് പോലെ ഞാൻ കണ്ടു. അത് കുറച്ച് ഒരു ഇതായിട്ട് തോന്നി. അല്ലാത്ത പക്ഷം നോർമലി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ യാതൊരു പ്രശ്നവും എനിക്കില്ല. ഈവൻ ഫ്രണ്ട് സെൽഫി ക്യാമറ പോലും സെൽഫി ഫോട്ടോസ് നൈസാണ്. സെൽഫി വീഡിയോസ് എടുക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു കളർ ബാലൻസും HDR ബാലൻസും എല്ലാം ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് വീഡിയോസ് എടുക്കുമ്പോൾ ഒരു സ്കിൻ ടോണിലൊരു എക്സ്ട്രാ റെഡ്നെസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അവരുടെ ഒരു ഓപ്പോ സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ഓപ്പോ സ്റ്റൈൽ അവിടെ വരുന്നുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ സെൽഫി വീഡിയോസ് എടുക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ സെൽഫി വീഡിയോസ് ആർ ഓൾസോ സ്റ്റേബിൾ. എന്തായാലും അധികം ഡീപ്പായിട്ട് ഞാൻ ക്യാമറ യൂസ് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഒരു റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. എന്തായാലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വൈസ് ക്യാമറാസ് ആർ നൈസ്. മീഡിയായിട്ട് ഇങ്ങനെ Dimensity 9400 പ്രോസസ്സർ AnTuTu സ്കോർ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾ ഞെട്ടും. AnTuTu സ്കോർ ഏകദേശം 2.2 മില്യണിൻ്റെ ഒരു AnTuTu സ്കോറാണ് വന്നിരിക്കുന്നത്, 22 lakhs. ആൻഡ് ഈ ഒരു ചിപ്സെറ്റിനെ വിശ്വസിക്കും. കാരണം എന്താ അറിയും, ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് TSMC ആണ്. TSMCയുടെ 3 നാനോമീറ്റർ ചിപ്സെറ്റാണ്. ആൻഡ് TSMC ഈസ് റിയലി ഗുഡ് ഇൻ മേക്കിംഗ് ഗുഡ് ചിപ്സെറ്റ്സ് ആൻഡ് നല്ല ഹീറ്റ് മാനേജ് ചെയ്യുന്ന ചിപ്സെറ്റ്സ്. ആൻഡ് അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ പുതിയ വേപ്പർ ചേമ്പർ കൂളിംഗ് എല്ലാം കൊണ്ടും നല്ലൊരു ഒപ്റ്റിമൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട്. ആൻഡ് ഈ ആന്റണ കട്ടൗട്ട്സ് കണ്ടില്ലേ ചുറ്റുമുള്ള, ഇതിന് 360 ഡിഗ്രി ആന്റണ കട്ടൗട്ട്സ് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് AI സൂപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. സോ ദാറ്റ് നിങ്ങളിപ്പോൾ എലിവേറ്ററിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസേർട്ടിനൊക്കെ പോകുമ്പോൾ അത്രയും ആൾക്കാരുടെ ഇടയിൽ പോലും നിങ്ങൾക്ക് നല്ല സെൽ റിസപ്ഷൻ കിട്ടാനായിട്ട്. അതുമാത്രമല്ല വൈഫൈ, ഇതിനകത്ത് വൈഫൈക്കും ഒരു ആൻറ്റണ ഇങ്ങനെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് വൈഫൈ കവറേജ് ആക്ച്വലി അത് വ്യത്യാസമുണ്ട്. ഇനി ബാറ്ററി, ഇതിനകത്ത് സ്ലിം ആണെങ്കിലും 5630 mAh ബാറ്ററി ഉണ്ട്. എങ്ങനെ 5630 mAh ഇതിനകത്ത് കുത്തിക്കയറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനകത്ത് മാത്രമല്ല, ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. സിലിക്കൺ കാർബൺ ബാറ്ററി എന്താണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി, അത് കണ്ടു നോക്കുക. എന്തായാലും ഇതിനകത്ത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിലിക്കൺ കാർബൺ ബാറ്ററിയുടെ ഗുണമെന്ന് വെച്ചാൽ ചെറിയ സ്പേസിൽ കൂടുതൽ ബാറ്ററി ഡെൻസിറ്റി കിട്ടുന്നുണ്ട് എന്നാണ്. ആൻഡ് ഡിസ്ചാർജ് ഭയങ്കര സ്ലോ ആണ്. സോ നോർമലി നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ചാർജ് പോകുന്നത് പോലെ ഇതിനകത്ത് ഫോണിൽ ചാർജ് പോകുന്നില്ല. ആ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തു ക്യാമറ യൂസ് ചെയ്യുമ്പോൾ പോലും. ഇനി 80 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജിങ് മാത്രമല്ല 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്. അതിന് എയർ വൂക്ക് എന്നാണ് പറയുന്നത്. ആ ഒരു എയർ വൂക്ക് ചാർജർ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 വാട്ടിലും ഫാസ്റ്റ് ചാർജിങ് വയർലെസ്ലി ചെയ്യാം. സോഫ്റ്റ്വെയർ വൈസ് Android 15 ബേസ് ചെയ്തിട്ടുള്ള ColorOS 15 ആണ്. ആൻഡ് ColorOS 15 ഇതിനകത്ത് ഒരു എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ColorOSൽ പല സ്ഥലങ്ങളിലും ഈ സബ്റ്റിൽ വൈബ്രേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ColorOS 15 ആക്കിയ ആരെങ്കിലും അത് എല്ലാ ഫോണിലും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ സ്ക്രോൾ ചെയ്തു, എൻ്റെ എത്തുമ്പോഴേക്കും ഒരു ചെറിയൊരു വൈബ്രേഷൻ, നന്നായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ വൈബ്രേഷൻ. ആൻഡ് ഓരോ ഇൻട്രാക്ഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലപോലെ മീൻസ് കുറേ നേരം അങ്ങനെ പല ഇൻട്രാക്ഷൻസിലും പല രീതിക്ക് ചെറിയ സബ്റ്റിൽ വൈബ്രേഷൻസ് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒരു ഫീൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ പോലും. അതേപോലെ ColorOSൽ ഇപ്രാവശ്യം ആ ഒരു ഫ്ലൂയിഡ് ആനിമേഷനില്ലേ, അതായത് ഒരു ആപ്പ് ഓപ്പൺ ആക്കി അടുത്ത ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു ആനിമേഷൻ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യാതെ പോകുന്ന ഒരു പാരലൽ ആനിമേഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് അത് നമ്മുടെ എക്സ്പീരിയൻസിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സ് വാൾപേപ്പർ എന്ന് പറയുന്നത് ഇതേപോലെയൊക്കെ ഉള്ള ആ ഒരു ഫ്ലെക്സ് വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തും വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ നൈസ്. ആകെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പിനെ ആക്കാനായിട്ട് ഒരു പടി പുറകിലേക്ക് നിൽക്കുന്നത് ഈ ഒരു ColorOSലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. അത് കുറച്ചുണ്ട്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ, എസ്പെഷ്യലി ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് ഒക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ട്രൂലി ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിരുന്നു. ബട്ട്
അഗൈൻ ഇത് നമുക്ക് മാനുവലി ഒഴിവാക്കാം. ഫോൺ ഓൺ ആക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങളൊന്ന് മെനക്കെട്ട് മൊത്തം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ എക്സ്പീരിയൻസ് കിട്ടും. ബട്ട് യു ഹാവ് ടു ഡു ദാറ്റ്. ഇനി AI ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഇവർ AI റീമാസ്റ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് കുറച്ചധികം സെറ്റ് ഓഫ് AI ടൂൾസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ ഗാലറിയിലെ AI ടൂൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ AI ഇറേസർ ഉണ്ട്, നിങ്ങൾക്ക് ഇറേസ് ചെയ്യാനായിട്ട്. അത് ജനറേറ്റീവ് ഫില്ല് വെച്ചിട്ടാണ് ഇറേസ് ചെയ്യുന്നത്. ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസിന്റെ ബ്ലർ മാറ്റാനുള്ള AI അൺബ്ലർ. ഇനി എടുത്ത ഫോട്ടോയുടെ ക്ലാരിറ്റി കൂട്ടാനായിട്ട് കുറച്ചുകൂടി ഹയർ റെസൊല്യൂഷൻ ആക്കാനായിട്ട് AI ക്ലാരിറ്റി എൻഹാൻസ്. ഇനി നിങ്ങളുടെ മറ്റേ അവതാറൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം AI സ്റ്റുഡിയോ ആപ്പിനകത്തുണ്ട്. ഇതൊക്കെ ഫോട്ടോസ് ആപ്പിനകത്ത്. പിന്നെ നിങ്ങൾക്ക് AI ടൂൾ ബോക്സ് ഉണ്ട്. ഇപ്പോൾ സമ്മറൈസ് ചെയ്യുക, ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാം. വെബ്സൈറ്റ് എന്താണ് AI വായിച്ച് കേൾപ്പിക്കും. നിങ്ങൾക്ക് വേണ്ടി ഇമെയിലും കാര്യങ്ങളൊക്കെ എഴുതാനുള്ള AI റൈറ്റർ. എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുകയും അതിനെ സമ്മറൈസ് ചെയ്ത് തരും. ഇനി നോട്ട്സ് ആപ്പിനകത്തുള്ള AI അസിസ്റ്റന്റ്, ഡോക്യുമെന്റ്സ് ആപ്പിനകത്തുള്ള AI അസിസ്റ്റന്റ്, ആൻഡ് ഈവൻ ഗൂഗിൾ ജെമിനിയുടെ പാർട്ണർഷിപ്പ് കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ സർക്കിൾ ടു സെർച്ച് ഫീച്ചറും അവൈലബിൾ ആണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ഫീച്ചർ. സർക്കിൾ ടു സെർച്ച് നിങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി അത് ഇല്ലാത്തപ്പോൾ നിങ്ങൾ മിസ് ചെയ്യും. ആ ഒരു ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങളൊരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഷെയർ ടു iOS അല്ലെങ്കിൽ ഷെയർ ടു ഐഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഐഫോണിൽ നിങ്ങൾ O+ കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഐഫോണിലേക്ക് അയക്കാം. ബേസിക്കലി പഴയ നമ്മുടെ എക്സാൻഡർ ഇല്ല, അതായത് ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കിയിട്ട് അത് ഇതിലേക്ക് കണക്ട് ആയിട്ട് സെൻഡ് ആവുന്ന ആ ഒരു പരിപാടി തന്നെയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് റിഫൈൻഡ് ആക്കിയിട്ടുണ്ട്. സെൻഡ് ചെയ്ത് നോക്കി, അത്യാവശ്യം കൊള്ളാം, ഫാസ്റ്റ് ആണ്. എന്തായാലും ഈ ഒരു X8 എന്ന് പറഞ്ഞ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതായത് OS അപ്ഡേറ്റ്സ്, 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്യുന്നത്. ഐ മീൻ ഫോൺ കൈ കിട്ടിയിട്ട് ഓൺ ആക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ അപ്ഡേറ്റ് വന്നായിരുന്നു എനിക്ക്. ആൻഡ് RAM വേരിയൻസ് എല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ്. 12GB ആൻഡ് 16GB LPDDR5X RAM ആൻഡ് നിങ്ങൾക്ക് 256 ആൻഡ് 512GB UFS 4.0 സ്റ്റോറേജ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 5.4 ഉണ്ട്. നിങ്ങൾക്ക് NFC-യുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇൻഫ്രാറെഡ് അഥവാ റിമോട്ട് യൂസ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് മുകളിലും സൈഡിലും ഇവിടെയൊക്കെയായിട്ട് 4 മൈക്സ് ഉണ്ട്, കുറച്ചുകൂടെ ബെറ്റർ കോളിംഗ് ആൻഡ് ആ ഒരു നോയ്സ് റിഡക്ഷൻ, ഇതിനകത്ത് നോയ്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്യാനായിട്ട്. സോ ഓവറോൾ ഐ ലൈക്ക് ദ ഫോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വൺസ് നിങ്ങളൊന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ കിട്ടുമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നോർമലി നമ്മൾ കാണുന്ന ഓപ്പോ ഫോണിൽ നിന്ന് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ബട്ട് ഇതിൻ്റെ പ്രൈസ് എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പ്രീമിയം പ്രൈസിങ് തന്നെയായിരിക്കും വെച്ചേക്കുന്നത്. അറിയുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ബട്ട് ഓവറോൾ ആസ് എ ഫോൺ ഇറ്റ് ഈസ് എ വെരി ഗുഡ് പാക്കേജ്. എനിക്ക് ജെന്വിൻലി ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. ആൻഡ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന, കണ്ണും പൂട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓപ്പോ ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.